നമസ്കാരം. MOPയുടെ 14ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ 3 എപ്പിസോഡുകളായിട്ട് 100 ചോദ്യങ്ങൾ പറയും. ഇവിടെ ആവശ്യമായ ഓരോ ചോദ്യത്തിനും ആവശ്യമായ വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. ഇതിൽ മലയാളം ക്വസ്റ്റ്യൻ ഇല്ല, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ പറയില്ല, മറിച്ച് ആൻസർ മാത്രമേ പറയുള്ളൂ. കാരണം ABCD ഓപ്ഷനുകൾ ഓരോന്നിങ്ങനെ എടുത്തു പറയുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് അല്ലല്ലോ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന എക്സാമിന് നമുക്ക് ആ ക്വസ്റ്റ്യനുമായിട്ട് പരിചയപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം: എ ന്യൂ റിക്വസിഷൻ സ്ലിപ്പ് ഷുഡ് ബി ടേക്കൺ വെനെവർ എ ഫയൽ ഓർ ബുക്ക് ഹാസ് ടു ബി റീറ്റെയിൻഡ് ഫോർ മോർ ദാൻ ഡാഷ് സിൻസ് ദ ഏർലിയർ സ്ലിപ്പ് വാസ് ഇഷ്യൂഡ്. നിങ്ങൾ കേൾക്കുക. അതായത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു റിക്വസിഷൻ സ്ലിപ്പ് കൊടുത്തിട്ടാണ്, സെക്ഷൻ ക്ലർക്ക് റിക്വസിഷൻ സ്ലിപ്പ് കൊടുത്തിട്ടാണ് റെക്കോർഡ് റൂമിൽ നിന്ന് ഒരു ഫയല് നമ്മൾ കൈപ്പറ്റുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ 3 മാസത്തിൽ കൂടുതൽ ഈ വാങ്ങിക്കൊണ്ടുവന്ന റെക്കോർഡ് ഫയല് നമ്മൾ കൈവശം വെക്കുന്നുണ്ടെങ്കിൽ ശരിക്കും വീണ്ടും ഒരു റിക്വസിഷൻ സ്ലിപ്പ് കൊടുക്കണമെന്നാണ് നിയമം. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ആൻസർ 3 മാസം എന്നാണ്. അതായത് ഈ 3 മാസത്തിൽ കൂടുതൽ, എത്ര കാലത്തിൽ കൂടുതൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൈവശം വെച്ചുകൊണ്ടിരുന്നാൽ, നമ്മൾ ഒരു റിക്വസിഷൻ സ്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫയൽ കൊണ്ടുവന്നു, അത് 3 മാസത്തിൽ കൂടുതൽ കൈവശം വെച്ചാൽ പുതിയൊരു റിക്വസിഷൻ സ്ലിപ്പ് നമ്മൾ കൊടുക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഒന്നാമത്തെ ആൻസർ 3 months ആണ്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം: ഓൾ റെക്കോർഡ്സ് ഇഷ്യൂഡ് ഔട്ട് ഓഫ് ദ റെക്കോർഡ് സെക്ഷൻ ഷാൽ ബി എൻറ്റേർഡ് ഇൻ എ രജിസ്റ്റർ ഇൻ ഫോം 10 അപ്പൻഡിക്സ് 1 ഈസ് കോൾഡ്. അതായത് റെക്കോർഡ് റൂമിന് പുറത്തേക്ക് കൊടുക്കുന്ന എല്ലാ റെക്കോർഡുകളും അത് ഏത് രജിസ്റ്ററിൽ എൻറ്റർ ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് റെക്കോർഡ് ഇഷ്യൂ രജിസ്റ്ററാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം: ഇൻ ആൻ ഓഫീസ് ഹൂ വിൽ ബി ഇൻ ചാർജ് ഓഫ് ദി റെക്കോർഡ് സെക്ഷൻ. റെക്കോർഡ് സെക്ഷന്റെ ചുമതല ആർക്കാണ്? അറിയാം, റെക്കോർഡ് കീപ്പർക്കാണ്. റെക്കോർഡ് കീപ്പർക്കാണ് റെക്കോർഡ് സെക്ഷന്റെ ചുമതല. നാലാമത്തെ ചോദ്യം: വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് റൂൾസ് ടു ബി ഫോളോവ്ഡ് വൈൽ സപ്ലൈയിങ് റെക്കോർഡ്സ്. റെക്കോർഡുകൾ സപ്ലൈ ചെയ്യുമ്പോൾ, റെക്കോർഡ് റൂമിൽ നിന്ന് റെക്കോർഡുകൾ സപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്? താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഞാൻ ആ ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. ഒന്നാമത്തെ എ പറയുന്നു: റെക്കോർഡ്സ് ഷാൽ ബി സപ്ലൈഡ് ഓൺലി ഓൺ റിക്വസിഷൻ മെയ്ഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം. അതായത് ഒരു നിർദ്ദിഷ്ട ഫോറത്തിൽ റിക്വസിഷൻ സ്ലിപ്പിൽ റിക്വസ്റ്റ് നൽകിയാൽ മാത്രമേ ഒരു റെക്കോർഡ് കൊടുക്കാൻ പാടുള്ളൂ. അത് ശരിയാണ്. ഇനി രണ്ടാമത്തത്: നോട്ട് മോർ ദാൻ 1 റെക്കോർഡ് ഷാൽ ബി ആസ്ക്ഡ് ഫോർ ഇൻ ദ സെയിം ഫോം. അതായത് ഒരു ഫോറം ഉപയോഗിച്ച് ഒരു റെക്കോർഡ് മാത്രമേ ആവശ്യപ്പെടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ ആവശ്യപ്പെടാൻ പാടില്ല. അതും ശരിയാണ്. മൂന്നാമത്തത്: റിക്വസിഷൻ ഫോർ റെക്കോർഡ്സ് ഷാൽ ബി സൈൻഡ് ബൈ ക്ലർക്ക്. അപ്പൊ റെക്കോർഡ് ആവശ്യപ്പെടുന്നത് ക്ലർക്കുമാരാണ്. അപ്പൊ ഏത് ക്ലർക്കാണോ ആവശ്യപ്പെട്ടത് ആ ക്ലർക്കിന്റെ സിഗ്നേച്ചർ ഈ റിക്വസിഷൻ സ്ലിപ്പിൽ ഉണ്ടായിരിക്കണം. അതും ശരിയാണ്. അപ്പൊ ഈ പറഞ്ഞ 3 കാര്യവും ശരിയാണ്. അതുകൊണ്ട് ദ ആൻസർ എന്ന് പറയുന്നത് ഓൾ ദി എബോവ് ആണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം: ഫോർ ദ പർപ്പസ് ഓഫ് മെയിൻ്റനൻസ് ആൻഡ് ചെക്ക് ഓഫ് സ്റ്റാമ്പ് അക്കൗണ്ട് ആൻഡ് ഡെസ്പാച്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് എ രജിസ്റ്റർ ഇൻ ഫോം നമ്പർ 8 ഓഫ് അപ്പൻഡിക്സ് 1 ഷാൽ ബി യൂസ്ഡ് നെയിംലി. ഒന്നുമില്ല, നമുക്കറിയാലോ. സ്റ്റാമ്പ് അക്കൗണ്ടും ഡെസ്പാച്ചും സൂചിപ്പിക്കുന്ന, രേഖപ്പെടുത്തുന്ന രജിസ്റ്റർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ആൻസർ ഉണ്ട്: ഡെസ്പാച്ച് കം സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്റർ. ആറാമത്തെ ചോദ്യം: കോപ്പീസ് ഓഫ് പ്രൊസീഡിങ്സ് ഓൺ ഡിസിപ്ലിനറി കേസ് ഷുഡ് ബി സൈൻഡ് ബൈ. അച്ചടക്ക സംബന്ധവുമായിട്ടുള്ള നടപടികൾ. ഇപ്പോൾ ഒരു ജീവനക്കാരനെതിരെ ഒരു അച്ചടക്ക നടപടി എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വാണിംഗ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊസീഡിങ്സിൽ, ഒരു നടപടിയിൽ ആരാണ് ഒപ്പുവെക്കേണ്ടത്?
ആരാണ് ഒപ്പുവെക്കേണ്ടത്? അതിൽ ഒരു സംശയവുമില്ല, ഹെഡ് ഓഫ് ദി ഓഫീസാണ് അതിൽ സൈൻ ചെയ്യേണ്ടത്. അത് കാരണം ഇത് ഡിസിപ്ലിനറി കേസ് ആവുമ്പോൾ ഹെഡ് ഓഫ് ഓഫീസാണ് സൈൻ ചെയ്യേണ്ടത്. ടു വാച്ച് ദ പങ്ക്ച്വൽ റെസിപ്റ്റ് ഓർ ഡെസ്പാച്ച് ഓഫ് പീരിയോഡിക്കൽസ്, reports and returns, each clerk will maintain a register in form 11, appendix 1 is called. Okay. Dispatch of periodicals, reports and returns. അപ്പോൾ പീരിയോഡിക്കൽസിന്റെ കൈകാര്യം ചെയ്യാൻ വേണ്ടി, അത് രേഖപ്പെടുത്താൻ വേണ്ടി ക്ലർക്കുമാർ സൂക്ഷിക്കുന്ന ഫോം നമ്പർ 11-ലുള്ള രജിസ്റ്റർ ഏതാണ് എന്നാണ് ചോദ്യം. അതിവിടെ ആൻസർ ആ വാക്കുമല്ല ഇവിടെ തന്നെയുണ്ട്. ആ രജിസ്റ്റർ എന്ന് പറയുന്നത് രജിസ്റ്റർ ഓഫ് പീരിയോഡിക്കൽസ് ആണ്. എട്ടാമത്തെ ചോദ്യം, പെർമനന്റ് ഫയൽസ് ഓഫ് ഇമ്പോർട്ടന്റ് ഓർഡേഴ്സ് മെയിൻറ്റെയിൻഡ് ഫോർ കേസ് ഓഫ് റഫറൻസ് ആൻഡ് വിച്ച് മസ്റ്റ് ബി കെയർഫുള്ളി കെപ്റ്റ് അപ് ടു ഡേറ്റ് ഈസ് കോൾഡ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഉത്തരവുകളുടെ ഒരു ശേഖരം നമ്മൾ എല്ലാം എന്തിനു വേണ്ടിയിട്ടാ? ഗവൺമെന്റ് ഉത്തരവുകളെല്ലാം കൂടി നമ്മൾ അതൊരു ഫയലിലാക്കും. ആ ഫയൽ എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഫയലുകൾ, നമ്മൾ കേസുകൾ വരുമ്പോൾ അതൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടി ഈ ഉത്തരവുകൾ നമ്മളെ സഹായിക്കും. അത്തരം ഒരു ഫയല് നമ്മുടെ ഓഫീസുകളിൽ ഉണ്ടാവും. ആ ഓഫീസിന്റെ പേരെന്താണെന്നാണ് ചോദ്യം. അത് സ്റ്റോക്ക് ഫയലാണ് ശരിക്കും, സ്റ്റോക്ക് ഫയൽ. നമ്മൾ ഗവൺമെന്റിൽ ഒരു പുതിയ ഉത്തരവ് ഇറങ്ങി കഴിഞ്ഞാൽ അതിന്റെ ഒരു കോപ്പി നമ്മൾ എപ്പോഴും ഓഫീസിൽ സ്റ്റോക്ക് ഫയലിലേക്ക് ഇട്ടേക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പിന്നീട് ആവശ്യം വരും. ഏതെങ്കിലും ഫയലുകളുടെ കേസുകളൊക്കെ വരുമ്പോൾ അത് പഠിക്കാൻ വേണ്ടി, അതിന്റെ റഫറൻസിങ്ങിന് വേണ്ടി ഇത്തരം ഉത്തരവുകളുടെ ഉത്തരവുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പം നമ്മൾ സ്റ്റോക്ക് ഫയല് പരത്തിയാൽ മതി. ഓക്കെ. ഒമ്പതാമത്തെ ചോദ്യം, ഹൗ മെനി കോളംസ് ആർ ദർ ഇൻ ദി ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്റർ ഫോർ ടൈപ്പിസ്റ്റ്? അപ്പൊ നമുക്കറിയാം വർക്ക് ലോഡ് രജിസ്റ്റർ, ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ശരിക്കും ടൈപ്പിസ്റ്റുമാരാണ്. അപ്പോൾ ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്ററിൽ എത്ര കോളം ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് 8 കോളമാണ് ഉള്ളത്. 8 കോളം. ഉത്തരം 8 ആണ്. ഒമ്പതാമത്തെ ചോദ്യം. പത്താമത്തെ ചോദ്യം, പേപ്പേഴ്സ് വിൽ നോർമലി ബി സബ്മിറ്റഡ് ബൈ ദി ഓഫീസ് വിത്തിൻ ഡാഷ് ഓഫ് ദർ റെസിപ്റ്റ് ഇൻ ഓഫീസ്. അതാണ് ചോദ്യം. അപ്പൊ നമ്മളിത് പഠിച്ചതാണ്. പേപ്പേഴ്സ് വിൽ നോർമലി ബി സബ്മിറ്റഡ് ബൈ ദി ഓഫീസ്, അതായത് നമ്മളെ തീരുമാനമെടുക്കേണ്ട അദ്ദേഹത്തിന്, അതായത് ഹെഡ് ഓഫ് ഓഫീസിനോ അല്ലെങ്കിൽ ഏതാണോ ഓഫീസർ, ആ ഓഫീസറിന് ഒരു പേപ്പർ ഒരു ഓഫീസിൽ കിട്ടി എത്ര ദിവസത്തിനകം സബ്മിറ്റ് ചെയ്തിരിക്കണം. അത് നമുക്കറിയാം 5 days ആണ്. നമുക്ക് 5 day റൂളൊക്കെ നമ്മൾ പഠിച്ചതാണ്. 5 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം, ഇൻക്ലൂഡിങ് ഹോളിഡേയ്സ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി 11ാമത്തെ ചോദ്യം, ഹു വിൽ പ്രിപ്പയർ ദ കൺസോളിഡേറ്റഡ് അരിയർ ലിസ്റ്റ് ഫോർ ദ വോൾ ഓഫീസ് ബീയിങ് സബ്മിറ്റഡ് ടു ദി ഹെഡ് ഓഫ് ദി ഓഫീസ്? അതായത് ഒരു ഹെഡ് ഓഫ് ദി ഓഫീസിന്, ഓഫീസ് തലവന് സമർപ്പിക്കാൻ വേണ്ടി അരിയർ ലിസ്റ്റുകളുടെ മൊത്തം പട്ടിക, കൺസോളിഡേറ്റഡ് അരിയർ ലിസ്റ്റ്, ആ ഓഫീസിലെ മൊത്തം അരിയർ ലിസ്റ്റിന്റെ പട്ടിക. അരിയർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ, ഈ പിന്നെ റെക്കോർഡ് കീപ്പറിൽ നിന്ന് എടുത്തിട്ട് സാധനം തിരിച്ചു കൊടുക്കാത്തവരുടെ പട്ടികയാണ് ശരിക്കും. അപ്പൊ 3 മാസം കഴിഞ്ഞാൽ അരിയർ ലിസ്റ്റ് തയ്യാറാക്കണമെന്നാണ്. ഒരാൾ 3 മാസം കഴിഞ്ഞാൽ തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അത്തരം ആൾക്കാരുടെ അരിയർ ലിസ്റ്റ് തയ്യാറാക്കണം. അത് ഓഫീസിൽ മൊത്തമായിട്ട് നമ്മൾ ഇത്തരത്തിൽ അരിയർ ലിസ്റ്റ് തയ്യാറാക്കും. അതിന്റെ ഒരു പിന്നെ ഹു വിൽ പ്രിപ്പയർ, ആരാണ് ഈ കൺസോളിഡേറ്റഡ് അരിയർ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ചോദിച്ചാൽ അത് ഫെയർ കോപ്പി സൂപ്രണ്ടാണ് കൺസോളിഡേറ്റഡ് അരിയർ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇനി 12ാമത്തെ ചോദ്യം, ഓൾ പേപ്പേഴ്സ് മാർക്ക്ഡ് ഫോർ ഇഷ്യൂ ആർ ഓർഡിനറിലി എക്സ്പെക്ടഡ് ടു ബി ഇഷ്യൂഡ് വിത്തിൻ ഡാഷ് ഓഫ് ഇറ്റ്സ് റെസീറ്റ് ഇൻ ദ ഫെയർ കോപ്പി സെക്ഷൻ. അപ്പോൾ ഒരു കേസ് അല്ലെങ്കിൽ ഒരു ഫയല് അത് അന്തിമ തീരുമാനമായി അത് ഡിസ്പോസൽ ആയി കഴിഞ്ഞാൽ അതിനെ ഇഷ്യൂ ചെയ്യാന്നാണ് നമ്മൾ പറയാം. അപ്പൊ അങ്ങനെ ഇഷ്യൂവിന് തയ്യാറായി കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ആർക്കാണോ ഇത് നൽകേണ്ടത് അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ഈ ഫയല് നമ്മൾ ഫെയർ കോപ്പി സെക്ഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ വെച്ച് ഫെയർ കോപ്പി സെക്ഷനിൽ വെച്ച് അവർക്കിത് കിട്ടിക്കഴിഞ്ഞാൽ എത്ര കാലത്തിനകം ഇത് ഇഷ്യൂ ചെയ്തിരിക്കണം അല്ലെ അയച്ചിരിക്കണം എന്നാണ്. എത്ര കാലത്തിനകം അയച്ചിരിക്കണം? 24 മണിക്കൂറാണ് പറയുന്നത്. 24 hours ആണ് ഇവിടുത്തെ ആൻസർ. Then 13ാമത്തെ ചോദ്യം, the call book shall be submitted for inspection once in
കോൾ ബുക്ക് നമുക്കറിയാം. കോൾ ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു 6 മാസത്തിന് മുകളിൽ ഒരു ഫയലിന്റെ പുറത്ത് തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ആ കേസ്, ആ ഫയല്, ആ കറണ്ട് അങ്ങനെ തന്നെ കോൾ ബുക്കിലേക്ക് നമ്മൾ മാറ്റും. അപ്പൊ 6 മാസത്തിനകം തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറഞ്ഞാല് അത് ചിലപ്പോൾ കോടതി കേസ് ഉള്ളതായിരിക്കാം, അല്ല ഗവൺമെന്റിൽ നിന്ന് ഒരു തീരുമാനം വന്നതിന് ശേഷമായിരിക്കും അതിൽ നടപടി എടുക്കാൻ പറ്റുക. അത്തരം കാര്യങ്ങൾ 6 മാസത്തിൽ കൂടുതൽ കാലത്തേക്ക് നീണ്ടു പോകുമെങ്കിൽ അത്തരം കറണ്ട് ഫയലുകൾ നമ്മൾ എങ്ങോട്ട് മാറ്റണം? കോൾ ബുക്കിലേക്ക് മാറ്റണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കോൾ ബുക്ക് ഷാൽ ബി സബ്മിറ്റഡ് ഫോർ ഇൻസ്പെക്ഷൻ. അപ്പൊ അത് ഇൻസ്പെക്ഷന് ഹാജരാക്കേണ്ടതുണ്ട്. അതാണ് ഇവിടെ ചോദ്യം. അത് എവരി മന്ത് വേണം. ഓരോ മാസവും ഈ കോൾ ബുക്ക് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ അതിന്റെ ആൻസർ എവരി മന്ത്, ഓരോ മാസവും എന്നാണ് അർത്ഥം. ഇനി 14ാമത്തെ ചോദ്യം. ദ ഇൻസ്ട്രക്ഷൻസ് ഇൻ ദി നോട്ട് അണ്ടർ റൂൾ 92A1 കേരള ട്രഷറി കോഡ് വോളിയം 1 ഷാൽ ബി ഫോളോവ്ഡ് ഫോർ ഡാഷ് ഇൻ ദ കേസ് ഓഫ് മെയിൻറ്റെയിനിങ് ഡിഫറൻറ്റ് രജിസ്റ്റേഴ്സ് ഇൻ ദ ഓഫീസ്. അത് കേരള ട്രഷറി കോഡുമായിട്ട് നമ്മളുമായിട്ട് അത്രയും ഒരു ബന്ധമില്ലാത്ത ഒരു ചോദ്യമാണ്. അതിന്റെ ആൻസർ കേരള ട്രഷറി കോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ഇൻ ദ കേസ് ഓഫ് മെയിൻറ്റെയിനിങ് ഡിഫറൻറ്റ് രജിസ്റ്റേഴ്സ് ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അത് റൂൾ 92-ൽ ഏത് തരത്തിലുള്ള രജിസ്റ്ററിനെ പറ്റിയാണ് അത് പറയുന്നത്? അതിന്റെ ആൻസർ ക്യാഷ് ബുക്കാണ്. ശരിക്കും ക്യാഷ് ബുക്കും ട്രഷറി കോഡാണ്. അപ്പോൾ ക്യാഷ് ബുക്കാണ്. 15ാമത്തെ ചോദ്യം. ഓൺ റെസീറ്റ് ഓഫ് ദി അരിയർ ലിസ്റ്റ് which of the following officials should compare them with the pendency as per the distribution register? അതാണ് അരിയർ ലിസ്റ്റുകൾ. ഒഫീഷ്യൽസിൽ അരിയർ ലിസ്റ്റുകൾ തയ്യാറാക്കുമ്പോൾ അത് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററുമായിട്ട് ഒത്തുനോക്കും നമ്മൾ. അതിൽ ആരാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററും അരിയറുമായിട്ട് ഒത്തുനോക്കേണ്ടത് എന്നാണ് ചോദ്യം. അപ്പോൾ അത് നമ്മൾ ഒത്തുനോക്കേണ്ട ഉദ്യോഗസ്ഥൻ ആരാണെന്നാണ് ചോദ്യം. ഇവിടെ ഓൺ റെസീറ്റ് ഓഫ് ദ അരിയർ ലിസ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒഫീഷ്യൽ ഷുഡ് കമ്പയർ ദം വിത്ത് ദി പെൻഡൻസി ആസ് പെർ ദ അപ്പൊ ഫയലുകളുടെ പെൻഡിങ് ഉള്ളത് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ നോക്കിയാൽ നമുക്കറിയാം. ശരിക്കും ആ പെൻഡിങ് ഉള്ളത് ഒത്തുനോക്കേണ്ട ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഫെയർ കോപ്പി സൂപ്രണ്ടാണ്. ഇനി 16ാമത്തെ ചോദ്യം. No paper should be transferred to the call book unless no action is due in the office for the period of. താഴെ പറയുന്നവയിൽ എത്ര പീരീഡിലുള്ള ഫയലുകൾ കോൾ ബുക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നാണ് ചോദ്യം. അപ്പോൾ 6 മാസവും അതിന്റെ മേലെയുമുള്ള കാലത്തേക്ക് തീരുമാനമാകാത്ത ഫയലുകളാണ് കോൾ ബുക്കിലേക്ക് മാറ്റേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 6 മാസമുണ്ട്, 2 വർഷമുണ്ട്, 1 വർഷമുണ്ട്. അപ്പോൾ 6 മാസത്തിൽ താഴെ എന്ന് പറയുന്നത് ഇവിടെ 3 months ആണ്. അപ്പോൾ 3 മാസക്കാലത്തേക്ക് ഒരു തീരുമാനമാകാത്ത ഫയലുകളാണുള്ളതെങ്കിൽ അത് കോൾ ബുക്കിലേക്ക് മാറ്റേണ്ട ആവശ്യം ഇല്ല. 17ാമത്തെ ചോദ്യം. ദ ടേം യൂസ്ഡ് ടു ഡിനോട്ട് the process of copying and dispatching communications intended for any person or authority is. The term used to. അപ്പോൾ കോപ്പിയിങ് ആൻഡ് ഡെസ്പാച്ചിങ് കമ്മ്യൂണിക്കേഷൻ, അതിന് ടേം, അതായത് നമ്മൾ ഒരു ഫയലിൽ അന്തിമ തീരുമാനം എടുത്ത് അത് കോപ്പി ചെയ്തു ഡെസ്പാച്ച് ചെയ്തു ആ ഒരു പ്രോസസ്സിന് നമ്മൾ മൊത്തത്തിൽ ഒരു വാക്ക് പറയും. ആ വാക്ക് എന്താണെന്നാണ് ചോദ്യം. അതായത് കോപ്പിയിങ്ങും ഡെസ്പാച്ചിങ്ങും ആയിട്ടുള്ള കോപ്പിയിങ് ആൻഡ് ഡെസ്പാച്ചിങ് കമ്മ്യൂണിക്കേഷൻ, അതിന് നമ്മൾ ശരിക്കും ഇഷ്യൂ എന്നാണ് പറയുക. ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ ആ ചോദ്യത്തിനൊക്കെ നമ്മൾ ഡെസ്പാച്ച് എന്നൊക്കെ നമുക്ക് അറിയാതെ തോന്നിപ്പോവും. പക്ഷെ അതല്ല ആൻസർ ആ പ്രോസസ്സിന് മൊത്തത്തിൽ ഒരു വാക്കുണ്ട്, അതാണ് ഇഷ്യൂ ചെയ്യുക എന്നാണ് പറയുക. ദ പ്രോസസ് ഓഫ് കോപ്പിയിങ് ആൻഡ് ഡിസ്പാച്ചിങ് കമ്മ്യൂണിക്കേഷൻ. 18ാമത്തെ ചോദ്യം. ഈച്ച് ഡ്രാഫ്റ്റിംഗ് ക്ലർക്ക് ഇൻ എ സെക്ഷൻ വിൽ കീപ് എ റിമൈൻഡർ ഡയറി ഓഫ് എ മാനുസ്ക്രിപ്റ്റ് ഫോം ഓഫ് ഡാഷ് പേജ്. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് ക്ലർക്ക്, അതായത് സെക്ഷൻ ക്ലർക്ക് തന്നെയാണ് ഈ ഡ്രാഫ്റ്റ് എഴുതുന്ന ക്ലർക്ക്. ഓരോ സെക്ഷനിലെയും ഡ്രാഫ്റ്റിംഗ് ക്ലർക്ക് വിൽ കീപ് എ റിമൈൻഡർ ഡയറി ഓഫ് എ മാനുസ്ക്രിപ്റ്റ്.
അദ്ദേഹം ഒരു റിമൈൻഡർ ഡയറി സൂക്ഷിക്കാറുണ്ട്. അപ്പൊ റിമൈൻഡർ ഡയറിക്ക് എത്ര പേജ് ഉണ്ടെന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. അതിന് 12 പേജുകളാണ് ഉള്ളത് റിമൈൻഡർ ഡയറിക്ക്. ഇപ്പോൾ ഒരു കൊല്ലത്തേക്കാണ് റിമൈൻഡർ ഡയറി. അപ്പോൾ ഒരു മാസത്തേക്ക് ഒരു പേജ് എന്നുള്ള നിലയ്ക്ക് 12 പേജുകളാണ് റിമൈൻഡർ ഡയറിക്ക് ഉള്ളത്. അതാണ് 18ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 12 എന്നാണ്. 19ാമത്തെ ചോദ്യം, ദ ഓർഡേഴ്സ് ഓഫ് ഡാഷ് ഷുഡ് ബി ടേക്കൺ ആനുവലി ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് റെക്കോർഡ് ഫയൽ. അപ്പോൾ ഓരോ വർഷവും നമുക്ക് ഫയലുകൾ നശിപ്പിക്കാം. ആ നിശ്ചിത കാലഘട്ടം ആയിട്ടുള്ള ഫയലുകൾ നമുക്ക് ഓരോ വർഷവും നശിപ്പിക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ അത് എടുത്തിട്ട് നമുക്ക് സെക്ഷൻ ക്ലർക്കിനോ സൂപ്രണ്ടിനോ തോന്നിയ പോലെ എടുത്തിട്ട് അത് 10 കൊല്ലമായി അല്ലെ 20 കൊല്ലമായി ഇനി എടുത്ത് കത്തിച്ചേക്കാന്ന് വെച്ചാൽ കത്തിക്കലല്ല. അതിന് ആരുടെ ഉത്തരവ് വീണ്ടും വാങ്ങണം എന്നാണ് ചോദ്യം. അത് ഹെഡ് ഓഫ് ഓഫീസിന്റെ ഉത്തരവ് വീണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, 20ാമത്തെ ചോദ്യം, it is the duty of one of the following officers to check the accuracy of the titles when he examines the personnel register. ഈ ടൈറ്റിൽ, അതായത് ഇൻഡെക്സിങ് നടത്തുമ്പോഴാണ് ഈ ടൈറ്റിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. നമ്മൾ റെക്കോർഡ് റൂമിൽ വളരെ കൃത്യമായിട്ട് ഇക്കാര്യം ഇൻഡെക്സിങ് നടത്തിയാൽ മാത്രമേ അവിടെ ഓരോന്നിനും കൃത്യമായിട്ട് കൃത്യസ്ഥലത്ത് ഈ ഫയലുകൾ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈറ്റിലുകൾ കൊടുക്കും ഓരോ ഫയലിനും. അപ്പൊ ടൈറ്റിൽ കൊടുക്കുമ്പോൾ അതിന്റെ ആക്യുറസി ആരാണ്, അതിന്റെ കൃത്യത ആരാണ് ചെക്ക് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ ചോദ്യം. 20ാമത്തെ ചോദ്യം അതാണ്. ടൈറ്റിൽസിന്റെ നമ്മൾ കൊടുക്കുന്ന സെക്ഷൻ ക്ലർക്ക് കൊടുക്കുന്ന ടൈറ്റിലിന്റെ ആക്യുറസി ചെക്ക് ചെയ്യേണ്ടത് സെക്ഷൻ സൂപ്രണ്ടാണ്. ആൻസർ സെക്ഷൻ സൂപ്രണ്ടാണ്. 21ാമത്തെ ചോദ്യം, തപാൽ റിസീവ്ഡ് ഇൻ ആൻ ഓഫീസ് വിൽ ബി ഓപ്പൺഡ് ഇൻ ദ പ്രസൻസ് ഓഫ്. ആരുടെ സാന്നിധ്യത്തിലാണ് തപാൽ തുറക്കേണ്ടത് എന്നാണ് ചോദ്യം. അത് നമ്മുടെ ഹെഡ് ഓഫ് ഓഫീസിന്റെ സാന്നിധ്യത്തിലാണ്. 22ാമത്തെ ചോദ്യം, എ പേപ്പർ ഈസ് സെഡ് ടു ബി ഡാഷ് വെൻ ഇറ്റ് ഈസ് ഗിവൺ കറന്റ് നമ്പർ ആൻഡ് എൻറ്റേർഡ് വിത്ത് ആൻ അബ്സ്ട്രാക്ട് ഇൻ ദി പേഴ്സണൽ രജിസ്റ്റർ. അതായത് ഒരു പേപ്പർ വന്നു, ആ പേപ്പറിന് കറന്റ് നമ്പർ കൊടുത്തതിന് ശേഷം അത് പേഴ്സണൽ രജിസ്റ്ററിൽ ചേർത്തു. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ആ പേപ്പർ ഈസ് സെഡ് ടു ബി, ആ പേപ്പർ എന്ത് ആയി എന്ന് നമുക്ക് പറയാം, എന്ത് നടത്തി എന്ന് പറയാം. അത് ഡിസ്പോസ്ഡ് അല്ല, തീരുമാനമായിട്ടില്ല, ഫയൽഡ് അല്ല, ഫയൽ ചെയ്തിട്ടില്ല, അങ്ങനെയല്ല അതിന് പറയുക. അതിന് നമ്മൾ രജിസ്റ്റേർഡ് എന്നാണ് പറയുക. ഒരു പേപ്പർ നമ്മൾ കറണ്ട് നമ്പർ നൽകി അത് പേഴ്സണൽ രജിസ്റ്ററിൽ ചേർത്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സ്, ആ പേപ്പർ എന്തായി എന്ന് നമുക്ക് പറയാം, ആ പേപ്പർ രജിസ്റ്റേർഡ് ആയി എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ ആൻസർ 22ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ രജിസ്റ്റേർഡ് എന്നാണ്. 23ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മൈനർ ഡിവിഷൻ ഓഫ് ദി ഓഫീസ് കൺസിസ്റ്റിംഗ് ഓഫ് എ സൂപ്രണ്ട് ആൻഡ് വൺ ഓർ മോർ ക്ലർക്ക്. വളരെ എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. ഒന്നോ അതിലധികമോ ക്ലർക്കും ഒരു സൂപ്രണ്ടും അടങ്ങുന്ന ആ ചെറിയ ഇതിന് ആ വിഭാഗത്തിന് പറയുന്ന പേരെന്താണ്? അതിന്റെ പേരാണ് സെക്ഷൻ എന്നാണ് അതിന്റെ പേര്. സെക്ഷൻ നമുക്ക് അറിയുന്നതാണ്. 24ാമത്തെ ചോദ്യം, ദ അറ്റൻഡൻസ് രജിസ്റ്റർ വിൽ ബി ലെയ്ഡ് ബൈ ഇറ്റ്സ് കസ്റ്റോഡിയൻ ബിഫോർ ദ സുപ്പീരിയർ ഓഫീസർ ടുഗദർ വിത്ത് ദി. അപ്പോൾ നമ്മൾ ഒരു വലിയ ഓഫീസിൽ ഓരോ സെക്ഷനിലും അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാവും. ആ സെക്ഷൻ സൂപ്രണ്ട് അറ്റൻഡൻസ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്ത് അതെല്ലാം റെഡി ആക്കിയതിന് ശേഷം നമ്മൾ അവസാനം ഇതെല്ലാം കൂടി കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷമാണ് അറ്റൻഡൻസ് രജിസ്റ്ററും പിന്നെ ഒരു സാധനവും കൂടി ചേർത്ത് നമ്മൾ ഹെഡ് ഓഫ് ഓഫീസിൽ കൊടുക്കുക, അല്ലെങ്കിൽ സുപ്പീരിയർ ഓഫീസർക്ക് കൊടുക്കുക. അത് ഡെയിലി അറ്റൻഡൻസ് അബ്സ്ട്രാക്ട് രജിസ്റ്ററാണ്. അപ്പോൾ നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്ററും ഡെയിലി അറ്റൻഡൻസിന്റെ ഒരു അബ്സ്ട്രാക്ട് എഴുതിയത് കൂടി ചേർത്തിട്ടാണ്, അത് രണ്ടും കൂടിയാണ് ഹെഡ് ഓഫീസിന് നമ്മൾ പിന്നെ സെക്ഷനിലുള്ള സൂപ്രണ്ട് കൊടുക്കേണ്ടത്. അതുകൊണ്ട് 24ാമത്തെ ചോദ്യം ഡെയിലി അറ്റൻഡൻസ് അബ്സ്ട്രാക്ട് രജിസ്റ്ററാണ്. 25ാമത്തെ ചോദ്യം, എ കമ്മ്യൂണിക്കേഷൻ റിസീവ്ഡ് ഇൻ ദ ഓഫീസ് വിച്ച് ഈസ് സ്റ്റാമ്പഡ് വിത്ത് ദ നമ്പർ ഓഫ് ദി ഓഫീസ് ഈസ് അണ്ടിൽ ഡിസ്പോസൽ നോൺ ആസ്.
ഒരു പേപ്പർ ഒരു കമ്മ്യൂണിക്കേഷൻ ഓഫീസിൽ കിട്ടി. അത് സ്റ്റാമ്പ് ചെയ്തു, ഓഫീസിന്റെ സീല് പതിച്ചു, വിത്ത് ദ നമ്പർ ഓഫ് ദി ഓഫീസ്. അതിനുശേഷം നമ്പർ കൊടുത്തു. അപ്പൊ നമ്പർ കൊടുത്ത് അണ്ടിൽ ഡിസ്പോസൽ, അതായത് നമ്പർ കൊടുത്തതിന് ശേഷം തീരുമാനമാകുന്നത് വരെ അതിന് നമ്മൾ കറണ്ട് എന്നാണ് പറയുക, തപാലല്ല. തപാൽ എന്ന് പറയുന്നത് നമ്പർ കൊടുക്കുന്നത് വരെയാണ് തപാൽ എന്ന് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അണ്ടിൽ നമ്പറിങ് തപാലും, അണ്ടിൽ ഡിസ്പോസല് കറണ്ടുമാണ്. നമ്പർ കൊടുക്കുന്നത് വരെ ആ കമ്മ്യൂണിക്കേഷന് നമ്മൾ തപാൽ എന്ന് പറയും. എന്നാൽ നമ്പർ കൊടുത്ത് ഡിസ്പോസൽ ആകുന്നത് വരെ അതിന് കറണ്ട് എന്നും പറയും. അപ്പോൾ ഒരു യാത്രയിൽ രണ്ട് പേരാ ഉള്ളത്, ഒന്ന് തപാലും ഒന്ന് കറണ്ട്. ഓർമ്മിച്ച് വെക്കുക. 26ാമത്തെ ചോദ്യമാണ്. ഓഫീസ് കറസ്പോണ്ടൻസ് ടു ദ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഷുഡ് ബി അഡ്രസ് ടു ദി. അതായത് കേരള PSCയിലേക്ക് ഒരു കറസ്പോണ്ടൻസ് നമുക്ക് നടത്തണം ഓഫീസിൽ നിന്ന്. അപ്പൊ നമ്മൾ ആരെ അഡ്രസ്സ് ചെയ്യും? പഠിച്ചിട്ടുള്ളതാണ്. ആരെ അഡ്രസ്സ് ചെയ്യുക? ചെയർമാനെ അഡ്രസ്സ് ചെയ്യുക. PSC ചെയർമാനെ അഡ്രസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ആ കത്ത് അയക്കേണ്ടത്. 27ാമത്തെ ചോദ്യം. പേപ്പേഴ്സ് റിസീവ്ഡ് ആസ് തപാൽ എക്സെപ്റ്റിംഗ് ദോസ് ഓഫ് എഫിമറൽ ക്യാരക്ടർ ആർ നമ്പേർഡ് ബൈ ദി തപാൽ ക്ലർക്ക് ഇൻ ദി. അതായത് നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു പേപ്പർ നമുക്ക് പിന്നെ സെക്ഷനിൽ കിട്ടി, തപാൽ സെക്ഷനിൽ കിട്ടി. അതിൽ എഫിമറൽ ക്യാരക്ടർ ആയിട്ടുള്ളതല്ല, അതായത് ഉടനെ വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രം അല്ലെങ്കിൽ അല്പായുസുള്ള പേപ്പറുകൾ ഒഴികെയുള്ളവ നമ്മൾ നമ്പർ ഇടും ബൈ ദി തപാൽ ക്ലർക്ക്. ആ നമ്പർ ഇടുന്നത് ഏത് രജിസ്റ്ററിലാണ് നമ്പർ ഇട്ട് ചേർക്കുന്നതാണെന്നാണ് ചോദ്യം. അപ്പൊ തപാൽ ക്ലർക്ക് നമ്പർ ഇടുന്നത് എഫിമറൽ ക്യാരക്ടർ, അതായത് നൈമിഷികമായ ഒരു ദിവസത്തേക്കോ കുറഞ്ഞ സമയത്തേക്കോ മാത്രം ആയുസുള്ള പേപ്പറുകൾ ഒഴികെ, അതാണ് പേപ്പേഴ്സ് ഓഫ് എഫിമറൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് ഒഴികെയുള്ള പേപ്പറുകൾക്കൊക്കെ തപാൽ ക്ലർക്ക് നമ്പർ ഇടും. ആ നമ്പർ ഇടുന്നത് ഒരു രജിസ്റ്ററിലാണ്. ആ രജിസ്റ്റർ ഏത് രജിസ്റ്ററിലാണെന്നാണ് ചോദ്യം. അത് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിലാണ് അദ്ദേഹം നമ്പർ ഇടുന്നത്. പേപ്പർ ഈ ഫയലിന്റെ പുറത്ത് നമ്പർ ഇടും, സീല് വെക്കും. അതോടൊപ്പം അദ്ദേഹം ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിലാണ് അത് ചേർത്ത് നമ്പർ ഇട്ട് വെക്കുന്നത്. 28ാമത്തെ ചോദ്യം. The names of the dash and the section clerk maintaining the personal register should be written on the flyleaf in each volume. അതായത് ഒരു പേഴ്സണൽ രജിസ്റ്ററിൽ, അതായത് പേഴ്സണൽ രജിസ്റ്റർ എന്ന് പറയുന്നത് സെക്ഷൻ ക്ലർക്കിൻ്റെയാണ്. അതിൻ്റെ ഫ്ലൈലീഫിൽ ഏറ്റവും ആദ്യത്തെ പേജിൽ ഷുഡ് ബി റിട്ടൺ ഓൺ ദി ഫ്ലൈലീഫ് ഇൻ ഈച്ച് വോളിയം. ഒരു ബുക്കിന്റെ, ഒരു പേഴ്സണൽ രജിസ്റ്റർ ആയിരിക്കുന്ന ബുക്കിന്റെ ആദ്യ പേജിൽ, പുറംചട്ട എന്നല്ല അർത്ഥം, ഫസ്റ്റ്, അതാണ് ഫ്ലൈലീഫ്. ഫസ്റ്റ് പേജിൽ ആരുടെയൊക്കെ പേര് എഴുതിയിട്ടുണ്ടാവണം. ഇവിടെ ഒരാളുടെ പേര് ഇവിടെ പറയുന്നുണ്ട്. സെക്ഷൻ ക്ലർക്കിന്റെയാണ് പേഴ്സണൽ രജിസ്റ്റർ, അതുകൊണ്ട് സെക്ഷൻ ക്ലർക്കിന്റെ പേരുണ്ടാവണം. പിന്നെ ആരുടെ പേര് ഉണ്ടാവേണ്ടത്? ഉത്തരം സെക്ഷൻ സൂപ്രണ്ടിനെ. എല്ലാവർക്കും അറിയാം, പേഴ്സണൽ രജിസ്റ്ററിൽ 2 പേരുടെ പേരുണ്ടാവുക. സെക്ഷൻ സൂപ്രണ്ടിന്റെയും പിന്നെ ബന്ധപ്പെട്ട സെക്ഷൻ ക്ലർക്കിന്റെയും പേരുകളാണ് ഈ പേഴ്സണൽ രജിസ്റ്ററിൽ ഉണ്ടാവുക. 29ാമത്തെ ചോദ്യം. ഗ്രേസ് ടൈം അലോവഡ് ടു ആൻ എംപ്ലോയി ടു മാർക്ക് ഹിസ് അറ്റൻഡൻസ് ഇൻ ദ കൺസേൺഡ് സെക്ഷൻ അറ്റൻഡൻസ്. സെക്ഷൻ അറ്റൻഡൻസ് രജിസ്റ്ററിൽ പിന്നെ ഒരു എംപ്ലോയിക്ക് ഹാജര് രേഖപ്പെടുത്താൻ ഒരു ഗ്രേസ് ടൈം അനുവദിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ 10 മണിക്കാണ് എല്ലാ ഓഫീസിലുള്ള എല്ലാവരും എത്തേണ്ടത്. എന്നാൽ ഈ രജിസ്റ്ററിൽ അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഗ്രേസ് ടൈം അത് അനുവദിച്ചിട്ടുണ്ട്. അത് 10 മിനിറ്റ് ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ഉത്തരം 10 മിനിറ്റ്സ് ആണ്. 10 മിനിറ്റ് ആണ് ഗ്രേസ് ടൈം. ഓക്കെ. ദെൻ 30ാമത്തെ ചോദ്യം. ഫോർഫീച്ചർ ഓഫ് എ ഡേയ്സ് കാഷ്വൽ ലീവ് വിൽ ബി ഓർഡിനറി ബി ദ പെനാൽറ്റി ഫോർ എവരി ഡാഷ് ലേറ്റ് അറ്റൻഡൻസ് വിത്തൗട്ട് പെർമിഷൻ. അനുവാദമില്ലാതെ എത്ര ദിവസം ലേറ്റ് ആയാലാണ് ഒരു ജീവനക്കാരന് ഒരു കാഷ്വൽ ലീവ് നഷ്ടപ്പെടുക എന്നാണ് ചോദ്യം. അത് 3 ലേറ്റ് കമ്മിങ്ങിനാണ് ഒരു കാഷ്വൽ ലീവ് നഷ്ടപ്പെടുക. അപ്പോൾ 3 ഡേയ്സ്. 3 ഡേയ്സ് ഓഫ് ലേറ്റ്, അതാണ് ആൻസർ. 31ാമത്തെ ചോദ്യം. All the members of the establishment are expected to attend office from. അതായത്
നമ്മൾ എസ്റ്റാബ്ലിഷ്മെന്റിലുള്ള ഓഫീസിലുള്ള ജീവനക്കാരുടെ സമയം എത്ര മുതൽ എത്ര വരെ ഓഫീസിൽ ഉണ്ടാവണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എത്ര മുതൽ എത്ര വരെയാ? 10 മുതൽ 5 വരെയാണ്. 10 AM to 5 PM ആണ്. അത് പലർക്കും പല വ്യത്യാസമുണ്ട്. അത് OAമാർ ആണെങ്കിൽ അതിനനുസരിച്ച് 9:30 മുതൽ തുടങ്ങും. പിന്നെ PTCM ഒക്കെ ആണെങ്കിൽ 9 മണി മുതലും തുടങ്ങും. അടുത്ത ചോദ്യം, ദ പേഴ്സണൽ രജിസ്റ്റർ വിൽ ബി ഡിസ്ട്രോയിഡ് ആഫ്റ്റർ എ പീരീഡ് ഓഫ്. അതാണ് പേഴ്സണൽ രജിസ്റ്റർ എത്ര കാലം കഴിഞ്ഞ് നശിപ്പിക്കാം? 3 വർഷമാണ്. 3 വർഷം കഴിഞ്ഞാൽ പേഴ്സണൽ രജിസ്റ്റർ നശിപ്പിക്കാം. എന്താ അതിൻ്റെ വളരെ എളുപ്പമുള്ള ഒരു സെക്ഷനായത്. കാരണം ഈ ചോദ്യം എന്ന് പറയുന്നത് ഓരോ രജിസ്റ്ററുകളും നശിപ്പിക്കാനുള്ള കാലഘട്ടം എന്ന് പറയുന്നത് 2 രജിസ്റ്ററുകൾക്കാണ് മാറ്റമുള്ളൂ. ഒന്ന് ആനുവൽ ഇൻഡെക്സ് രജിസ്റ്ററിന് 20 വർഷം കഴിഞ്ഞു. സെക്യൂരിറ്റി രജിസ്റ്റർ 10 വർഷം കഴിഞ്ഞുമാണ് നമ്മൾ നശിപ്പിക്കാൻ പാടുള്ളൂ. ബാക്കി എല്ലാ രജിസ്റ്ററുകളും നമുക്ക് 3 വർഷം കഴിഞ്ഞാൽ നശിപ്പിക്കാം. അപ്പോൾ ഈ രജിസ്റ്റർ നശിപ്പിക്കുന്ന കാലാവധി വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. 2 രജിസ്റ്ററുകൾ മാത്രമേ 3 വർഷത്തിന് മേലെയുള്ളൂ. ബാക്കിയെല്ലാം 3 വർഷവും പിന്നെ 1 വർഷം ഉള്ളതുകൊണ്ട് മേലോട്ടില്ല. അപ്പോൾ ഇവിടെ പേഴ്സണൽ രജിസ്റ്ററിന് 3 വർഷമാണ്. ദെൻ 33ാമത്തെ ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് ഒഫീഷ്യൽസ് will be held responsible for any paper found pending in this section without sufficient grounds for more than 5 days. അതായത് ഇവിടുത്തെ ചോദ്യത്തിന്റെ അർത്ഥം ഇതാണ്: 5 ദിവസത്തിൽ കൂടുതൽ മതിയായ കാരണങ്ങളില്ലാതെ ഒരു സെക്ഷനിൽ ഒരു പേപ്പർ കണ്ടാൽ, മതിയായ കാരണമില്ലാതെ 5 ദിവസമായിട്ടും ആ പേപ്പറിൽ ഒരു തീരുമാനം, ഒരു സെക്ഷൻ ഒന്നും എടുത്തില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? അതിൻ്റെ ഉത്തരവാദി സെക്ഷൻ സൂപ്രണ്ടാണ്. നമ്മൾ എപ്പോൾ മാറിപ്പോകാൻ സാധ്യതയില്ല. അത് സെക്ഷൻ ക്ലർക്കല്ല, സെക്ഷൻ സൂപ്രണ്ടാണ്. അത് ഓർമ്മിക്കുക. അങ്ങനെ പേപ്പറുകൾ പെൻഡിങ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി സെക്ഷൻ സൂപ്രണ്ടാണ്, സെക്ഷൻ ക്ലർക്ക് അല്ല. ഓക്കെ, അടുത്ത ചോദ്യം, 34ാമത്തെ ചോദ്യം. When a case has been finally disposed of, the concerned clerk will send them together with one copy of the index slip. When a case has been finally, ഒരു കേസ് അവസാനമായി തീരുമാനമായി, അപ്പോൾ അതിന് ബന്ധപ്പെട്ട ക്ലർക്ക് അത് ഒരു ഇൻഡെക്സ് സ്ലിപ്പോട് കൂടി ആർക്കാണ് അയച്ചു കൊടുക്കുക? ആരുടത്തേക്കാണ് എത്തിച്ചു കൊടുക്കുക? ഇൻഡെക്സിങ് നടക്കേണ്ടത് കൊണ്ടാണ് ഇൻഡെക്സ് സ്ലിപ്പ് വെക്കുന്നത്. അപ്പോൾ ഒരു കേസ് ഡിസ്പോസലായി അന്തിമ തീരുമാനമായി കഴിഞ്ഞാൽ ആ അന്തിമ തീരുമാനത്തിന്റെ കോപ്പിയും ഫയലും എല്ലാം അടക്കം ആ സെക്ഷൻ ക്ലർക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇൻഡെക്സ് സ്ലിപ്പ് കൂടെ വെച്ചിട്ട് ആർക്കാണ് എത്തിച്ചു കൊടുക്കേണ്ടത് എന്നാണ് ചോദ്യം. എത്തിച്ചു കൊടുക്കേണ്ടത് ഫെയർ കോപ്പി സെക്ഷനിലാണ് എത്തിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഫെയർ കോപ്പി സെക്ഷനിൽ നിന്നാണ് എങ്ങോട്ട് പോകുന്നത്? ശരിക്കും ഇത് എത്തേണ്ടത് റെക്കോർഡ് റൂമിലാണ്, അതായത് റെക്കോർഡ് കീപ്പറുടെ കൈവശമാണ്. പക്ഷേ അത് പോകേണ്ടത് ഫെയർ കോപ്പി സെക്ഷൻ മുഖാന്തരമാണ് എന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ 34 ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത എപ്പിസോഡിൽ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ചോദ്യങ്ങൾ കേട്ട എല്ലാവർക്കും നന്ദി.